ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു പുഡിംഗ് ആണെങ്കിൽ ശരി, ഐസ്ക്രീം ആണെങ്കിൽ ശരി, എല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ കഴിക്കുന്ന സമയത്ത്. അതിപ്പോൾ എത്ര പഴയ റെസിപ്പീസിലാണെങ്കിലും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുമ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാലോ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ പുഡിംഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ല മെൽറ്റായിട്ട് ഈ ഒരു ലൈറ്റ് കളറിലാവട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആൽമൻഡും കാഷ്നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ല ചൂടാക്കി എടുക്കുക. നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് ഷുഗർ നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഷുഗർ ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം, വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർക്കാം. അതായത് 1/4 കപ്പോളം ഫ്രഷ് ക്രീം നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീം 1/4 കപ്പോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ചേർത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. ഒരു 1/2 കപ്പോളം പാല്, അതായത് കാച്ചി വെച്ച പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ നട്ട്സും എല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 1/4 കപ്പോളം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആക്കിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വനില എസൻസ് ആണെങ്കിൽ വനില എസൻസ് ചേർക്കാം, ഇല്ലെങ്കിൽ എസൻസിന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് മാത്രം ഒന്ന് സെറ്റ് ചെയ്താലും മതി. അങ്ങനെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മാറ്റി വെച്ചേക്കാം. നമ്മുടെ നട്ട്സും ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇതുപോലെ നമ്മൾ മുക്കിയെടുക്കാൻ കേട്ടോ. അതിന് മുകളിൽ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഒന്ന് കുറച്ച് കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ക്രീം ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ക്രീമും എല്ലാം ഒരു ചെറിയൊരു തിക്നെസ്സോടുകൂടെ തന്നെ നമ്മൾ ക്രീം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വീണ്ടും ഒരു 4 ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ മുകളിലേക്ക് നമ്മൾ ക്രീം എല്ലാം വെച്ച് കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ മൊത്തത്തിൽ ഞങ്ങളുടെ മുകളിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കേക്ക് ആണെങ്കിലും ശരി, എല്ലാം എൻ്റെ ഒരു പേഴ്സണലി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ